എന്താ കളർ ഡ്രസ്സിലൊക്കെ ബർത്ത്ഡേ എവിടാ ആരാ കാണാമെന്ന് പറഞ്ഞു? നിനക്കെന്താ വയ്യേ? ഇതില്ലേ നിക്കണേ? ആര്? ഈ കുട്ടി. നിനക്ക് അവളെ കാണാമോ? ആ കാണാം. നിനക്ക് ശരിക്കും അവളെ കാണാമോ? എടാ ഇവിടെ ഒരു പെണ്ണ് നിൽപ്പുള്ളത് ഇവന്റെ മോന്ത് നോക്കി അറിയത്തില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ മരുന്ന് വലിയ എഫക്റ്റ് ഒന്നുമില്ല. ആദ്യം ആളില്ല ശിവന് കാണാന്നായിരുന്നു. അപ്പം ആളുണ്ട് ശിവന് കാണാൻ പറ്റില്ല എന്നാ. ഇക്കണക്കിനാ പോക്കെങ്കിൽ നാളെ ഇവനും ഉണ്ടാവും അവളും ഉണ്ടാവും, പക്ഷെ നമ്മൾ കാണില്ല. കുട്ടീന് മുമ്പ് ആർക്കും കാണാൻ പറ്റില്ലായിരുന്നു. ഓ നിന്റെ കസിനെ ആർക്ക്? ഇവനാ? ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളായിരുന്നു, നീ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒത്തിരി നാളൊന്നും ആയില്ല. സ്പെഷ്യൽ റിലേഷൻഷിപ്പാ. പക്ഷെ ഇവൻ പ്രശ്നമല്ല. ഓ സാരേ. ഞാനേ പുറത്തുള്ള മാവ് ഒന്ന് കാണിച്ചിട്ട് തരാം. എന്താ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമല്ലേ? എന്നാ പിന്നെ ഈ ലോകത്തുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിക്ക് അങ്ങ് മാറിക്കൂടെ? അതാകുമ്പോ മരിച്ചതാണെന്ന് ആരും പറയില്ലല്ലോ. അത് കൊള്ളാം. നമ്മള് സാധാരണ മനുഷ്യന്മാരെ പോലെയൊക്കെ അങ്ങ് ജീവിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് സമ്പാദിച്ച് ആണെങ്കിൽ കല്യാണമൊക്കെ കഴിച്ച് 3-4 കുട്ടികളൊക്കെ ആയി ജീവിച്ചങ്ങ് മരിക്കാം. ഈ മരിച്ചു കഴിഞ്ഞാ പിന്നെ എന്താവും? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവൂല. അതല്ലടെ പൊട്ടാൻ ഞാൻ. ഇല്ല, നീ വീണ്ടും പണിക്ക് വിടാൻ നോക്കുന്നു. എന്റെ ലുക്ക് മാറിയപ്പോ നിന്റെ പേടി മാറിയെന്നൊരു സംശയം. എന്നെ കൊണ്ട് വെറുതെ വെള്ളസാരി ഉടുപ്പിക്കരുത്. സത്യം പറയണം, ആരാത്? ഇതിപ്പോ ഇവിടുന്ന് പെട്ടെന്ന് പുതിയൊരു കാമുകി ഒരു വഴിക്ക് കിട്ടിയതാ. വഴിക്ക് വെച്ച് വിറ്റോണ്ടിരിക്കുവായിരുന്നോ? എന്തായാലും ഞാൻ അവനോട് ശരിക്കും ചോദ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഉടായ്പ ഉണ്ടെങ്കിൽ ഇപ്പൊ അറിയാം. നിനക്കിപ്പോ ഇവിടുന്ന് പോകാൻ അനുവാദമില്ല. ഇതില് എന്താ പേര്? അലീന. എവിടാ വീട്? നാട്ടിലാ. എവിടാ നാട്? കുറേ ദൂരെ. നിങ്ങൾ എങ്ങനെ പരിചയം? ഇവിടെ വന്ന് പരിചയപ്പെട്ടത്. അതിന് അവൻ ഇവിടെ വന്നതിന് ശേഷം അധികം പുറത്തേക്ക് പോയിട്ടില്ല. ഞങ്ങൾ എല്ലാ രാത്രിയും കാണാറുണ്ടല്ലോ. ഓ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. നിനക്ക് മനസ്സിലായോ? എടാ ഇതാടാ അവനെ യാത്ര ചുറ്റിക്കുന്ന യക്ഷി. അവൻ ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ എന്തോരം ബുദ്ധിമുട്ടിന്നറിയോ? ആദ്യം പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചായിരുന്നു. ഇതറിയാതെ ഈ മണ്ടനെ കഴിഞ്ഞ ദിവസം മൊത്തം എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അറിയാവോ? അവന് വട്ടാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കളിച്ചു. അല്ല, അത് പറഞ്ഞിട്ടേക്കല്ലേ കുട്ടി തന്നെ വന്നത് പൊളിച്ചത്. അതെ, എന്റെ ദീപുവേട്ടനും എല്ലാവരും കൂടി ഒരു വട്ടനാക്കുന്ന കണ്ടപ്പം എനിക്ക് സഹിച്ചു. അങ്ങനെ വട്ടില്ലാതൊന്നുമില്ല, ചികിത്സ നടക്കുന്നുണ്ടല്ലോ. ഇത് കൊണ്ടേ ഡോക്ടർ മാറ്റരുതെന്നാ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ തമ്മിൽ എങ്ങനെ ഇഷ്ടത്തിലായത്? അവന് ജോലിയൊന്നും ഇല്ല, കാര്യം അറിയാതിരിക്കില്ല. അറിയാം, എനിക്കതൊന്നും പ്രശ്നമല്ല. ഇതാവുമ്പോ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമല്ലോ. ഓ, ഇത് റിച്ച് ആയിരിക്കും അല്ലേ? വലിയ ഫാമിലിയാ? എന്റെ ഫാമിലിയിലുള്ളവരെല്ലാം ഇപ്പൊ സെമിത്തേരിയിലാ. ഏ അല്ല, എന്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഇപ്പൊ മരിച്ച സെമിത്തേരിയിലാന്ന് പറയുമായിരുന്നു. വല്ലപ്പോഴും വന്നാലായി
പള്ളിക്കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കണം. സ്വത്തൊക്കെ ഇപ്പൊ കുട്ടി തന്നെയായിരിക്കില്ലേ നോക്കി നടക്കുന്നത്. ആ ഇനിയിപ്പോ ദീപുവേട്ടനുണ്ടല്ലോ എല്ലാം നോക്കി നടത്താൻ. ഈ പരിപാടി ശരിയാവത്തില്ല. ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ലല്ലോ, ഇവിടെ വരെ പോകുന്നു. ആരങ്ങിപ്പോ ഞാൻ ഉള്ളിക്കറിയുടെ കാര്യം പറഞ്ഞു. ഇന്നലെ ഉള്ളിക്കറിയില്ലേ? അതിനിപ്പോ എന്താ, മിനിങ്ങാന്ന് ഉള്ളിക്കറിയില്ലായിരുന്നു. ഇന്നലെ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇന്നിപ്പം എനിക്ക് എന്താ കുഴപ്പം? ഓ അക്കിന്നാവണ്ടേ. ഞാൻ വിചാരിച്ച എനിക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. കുറച്ച് ഓവർ. നമ്മളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. അവൻ്റെ പ്രേമം പൊട്ടി കിടന്ന സമയത്ത് നമ്മൾ കുറേ വാരിതാണല്ലോ. നമ്മളല്ല നീ. ആ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിനക്കും കൊള്ളുന്നുണ്ടല്ലോ. എനിക്കും തോന്നുന്നു. ഓ നീ എല്ലാം മറന്നു. നീ ആ നേഴ്സ് പെണ്ണും പ്രേമിച്ച് കിടക്കുന്ന സമയത്ത് സന്ധ്യ. ആ സന്ധ്യ നിങ്ങൾ ഒന്നിച്ചോടത്തിട്ട് മാറണം എന്ന് പറഞ്ഞപ്പോൾ അവ എന്തോ പറഞ്ഞേ? ഫ്രണ്ട്ഷിപ്പാണ്, തേങ്ങയാണ്, മാങ്ങയാണ് വലുതെന്നൊക്കെ. എന്നിട്ട് എന്തായി? അവള് പോയില്ലേ? അന്ന് നിങ്ങളൊന്ന് ഒന്നിച്ച് മാറിയിരുന്നെങ്കിൽ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ടാവില്ല. ആ അവനാ ഈ കിടന്ന് ഷോ കാണിക്കുന്നു ഇപ്പോൾ. ശരിയാ, നമുക്ക് അവനെയും കൊള്ളാലോ. എന്തിന്? നിന്റെ വർത്താനം കേട്ടപ്പോ ഞാൻ അതിനോട് പ്ലാനാ. ഒന്ന് പോയടാ കൊല്ലാനേ. എടാ നിനക്ക് അവളെ ഇവിടെ നിന്ന് ഓടിക്കണമെങ്കിലേ എന്റെ സഹായം വേണേ അത് പറ, അല്ലാതെ ചുമ്മാ ചുറ്റി കളിയാ. ഓ പറഞ്ഞ ഇപ്പം അങ്ങ് ഓടിച്ചു വിടുമായിരിക്കും. ഞാൻ അതിനവളെ ഓടിക്കണം, അവരെന്തേലും കാണിക്കട്ടെ. നീ ഇതല്ല അറിയുന്നുണ്ടോ? എന്താടാ? അല്ല ഞങ്ങളപ്പം എന്തായാലും പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അവളിപ്പോ ഫുൾ ടൈം ഇവിടെ ആണല്ലോ. ആ കാര്യം അത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? അടുത്ത മാസം തൊട്ട് ഇവിടെ നിന്നോ, പക്ഷെങ്കിൽ റെന്റിന്റെ ഷെയറിങ് തവണെന്ന് പറഞ്ഞു. അവള് സമ്മതിച്ചടാ. ബെസ്റ്റ്. ഇനിയിപ്പോ അടുത്ത മാസം തൊട്ട് അവളിവിടെ ഫുൾ ടൈം കാണും. അവളെ വീട്ടിലൊന്നും ആരും തിരക്കായില്ലേ? എന്തോ ഒരു ഉഡായി പടക്കുന്നുണ്ട്. നമുക്കൊന്ന് അന്വേഷിച്ചാലോ? ഒറ്റയ്ക്ക് പോയി എന്നാന്ന് വെച്ചാൽ ചെയ്തു, ഞാനില്ല. അതേ നോക്കിക്കോളാം. അവളെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കണമെന്നാ എനിക്കറിയാം.